ലോകത്തിലെ ഏറ്റവും വലിയ ദാനം ഏതാണെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ ദാനം എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ എന്ത് പറയും? അന്നദാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദാനം എന്ന് നമ്മളൊക്കെ പറയും. ശരിയാണ്, അന്നദാനം ഏറ്റവും വലിയ ദാനമാണ്. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദാനം അന്നദാനമാണ്. പക്ഷെ അന്നദാനം നടത്തുന്ന വ്യക്തി പുണ്യാത്മാക്കളിൽ വെച്ച് പുണ്യാത്മാവാണെന്നാണ് കേട്ടോ. ഈ അന്നദാനം നടക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാമോ? അന്നദാനങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്ഷേത്ര നടയിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയായിരിക്കും? പള്ളിവേടയിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അന്നദാനം നടത്തുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അന്നദാനം നടത്തുന്ന അന്നദാനം ഇപ്പം ക്ഷേത്രങ്ങളിലെയോ അല്ലെങ്കിൽ പള്ളിയിലെയോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലേക്കുള്ള മൈക്കുകളിലൂടെ ഇന്ന് അന്നദാനമുണ്ട് എന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്നതിൽ എന്തില്ല, യാതൊരു തെറ്റുമില്ല. പക്ഷേ അന്നദാനം നടത്തുന്ന വ്യക്തി ആരെയും പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇപ്പം സാധാരണയായിട്ട് എന്ത് ചെയ്യും? സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അന്നദാനം നടത്താമെന്ന് തീരുമാനിക്കും. എന്നിട്ട് ഈ നടത്താൻ തീരുമാനിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? തൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ നോക്കി എന്ത് ചെയ്യും? ഇന്ന ദിവസം അന്നദാനമുണ്ട്, അപ്പോൾ അന്നദാനത്തിൽ പങ്കെടുക്കണമെന്ന് കുറച്ച് ആളുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതാണ്, ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നദാനത്തിൻ്റെ മഹത്വം അവിടെ നഷ്ടപ്പെടുകയാണെന്നാണ് കേട്ടോ. അന്നദാനം നടത്തിക്കഴിഞ്ഞാൽ ആരെ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല. അന്നദാനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുന്നു? വരുന്നു, അന്നദാനത്തിൽ പങ്കെടുക്കുന്നു. അന്നദാനത്തിൽ പങ്കെടുക്കാൻ വരുന്നവരെയൊക്കെ സമഭാവത്തോടെ, എല്ലാവരും തുല്യഭാവത്തോടെ കാണുവാൻ ആർക്ക് കഴിയണം? അന്നദാനം നടത്തുന്ന വ്യക്തിക്ക് കഴിയണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പുണ്യം ആർക്കുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ മഹത്വം ആർക്കുണ്ടാവുകയുള്ളൂ? ആ അന്നദാനം നടത്തുന്ന വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അന്നദാനത്തിൻ്റെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ നൽകുന്ന അന്നത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നത് കേട്ടോ. വിശന്നു വലഞ്ഞു വരുന്ന ഒരു വ്യക്തിക്ക് സ്നേഹത്തോടെ ഭക്ഷണം നൽകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അന്നദാനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നത് കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അന്നദാനം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അന്നദാനം നടത്താൻ വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ അന്നദാനം നടത്തുക. പക്ഷേ ഈ പേഴ്സണലായിട്ട് കുറച്ച് വ്യക്തികളെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ അന്നദാനത്തിൻ്റെ മഹത്വം ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. ആരെ ഇൻവൈറ്റ് ചെയ്യേണ്ട? അവിടുത്തെ ക്ഷേത്രങ്ങളിലായ മൈക്കിലൂടെയോ അല്ലെങ്കിൽ മൈക്കിലൂടെ കോമണായിട്ട് എന്ത് ചെയ്യുക? അനൗൺസ്മെൻറ്റ് ചെയ്യുക. അതിൽ യാതൊരു തെറ്റുമില്ല. ഇത് കുറച്ച് വ്യക്തികളെ ഇൻവൈറ്റ് ചെയ്യുന്നു, കുറച്ച് വ്യക്തികളെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടാണ് അങ്ങനെ പാടില്ല. അന്നദാനം നടത്തുന്ന വ്യക്തി ആരെയും പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അന്നദാനത്തിൻ്റെ മഹത്വം നഷ്ടമാവുന്നതാണ്. അങ്ങനെ നടത്തുന്ന അന്നദാനം കൊണ്ട് വലിയ പുണ്യമുണ്ടാകുമോ? അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇപ്പം കുറച്ചാളുകളെ ഇൻവൈറ്റ് ചെയ്തു, അന്നദാനം ബുക്ക് ചെയ്തു, കുറച്ചാളുകളെ ഇൻവൈറ്റ് ചെയ്തു, കുറച്ചാളുകളെ ഇൻവൈറ്റ് ചെയ്യില്ല. അപ്പം അങ്ങനെ നടത്തുന്ന ഒരു അന്നദാനത്തിൽ നടത്തുന്ന വ്യക്തിക്ക് പുണ്യമുണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അന്നദാനം നടത്തുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ആരെ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല. അന്നദാനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് അന്നദാനത്തിൽ പങ്കെടുത്ത് വിശപ്പടക്കി തിരിച്ചു പോകും. അതാണ് ഏറ്റവും ബെറ്റർ.